കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 86 അധ്യായം 17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നതുവല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അനേക കഷ്ടങ്ങളിലും ഞെരുക്കങ്ങളിലും ശത്രുക്കളുടെ ഒരുപാട് നിന്ദകളും അപമാനങ്ങളും അല്ലെങ്കിൽ പോരുകളും അനുഭവിച്ച ഒരു ദാവീദ് രാജാവ് പറയുകയാണ്: കർത്താവേ, എൻ്റെ ശത്രുക്കൾ കണ്ട് ലജ്ജിക്കേണ്ടതിന് ഒരടയാളം എനിക്ക് തരണമേ എന്ന്. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങൾ കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാൽ അല്ലെങ്കിൽ അയൽവാസികളാൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സുകൾ മുഖാന്തരം ഒരുപാട് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളോട് എത്തിയ ഈ ഒരു പ്രാർത്ഥന ഞാൻ പറയുകയാണ്. കർത്താവിനോട് ചോദിക്കുക: കർത്താവേ, ഇന്ന് ഞങ്ങളെ പകയ്ക്കുന്നവർ അല്ലെങ്കിൽ എന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടുന്ന ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഒരു നന്മ തരണമേ എന്ന് പറഞ്ഞാൽ തൻ്റെ ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടാൻ പാടില്ലെന്ന് തടയുന്ന വ്യക്തികളുടെ ഇടയിൽ നിന്ന് ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഇവൾ വീട് വെച്ച് കാണുവാൻ പാടില്ല, അല്ലെങ്കിൽ ഇവളുടെ മക്കളുടെ കല്യാണം എടുത്ത് കാണുവാൻ പാടില്ല, അല്ലെങ്കിൽ ഇവൾ ഒരിക്കലും മുമ്പോട്ട് വരുവാൻ പാടില്ല, അല്ലെങ്കിൽ ഇവൾ ഈ വസ്തു വാങ്ങുവാൻ പാടില്ല, ഇങ്ങനെ പല കണക്കിൽ ഇന്ന് ഓരോരുത്തരെ ദ്രോഹിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദനയോടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക: കർത്താവേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിച്ചു പോകേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം ചെയ്ത് അവരുടെ മുമ്പിൽ ഞാൻ തല ഉയർന്ന് ജീവിക്കുവാൻ എനിക്കൊരു വഴി തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു തരും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവേ, കരഞ്ഞ് കണ്ണുനീർ വറ്റി കർത്താവെ ജീവിതത്തിൽ കർത്താവെ ഹാലിൽ എവിടെ നോക്കിയാലും കർത്താവെ ശത്രുക്കളാലുള്ള കർത്താവെ അവരുടെ ഏമാറ്റങ്ങൾ കർത്താവെ അവിടെ പകയ്ക്കുന്നത് എല്ലാം കണ്ട് അവർ വേദനയോടെ ഇരിക്കുമ്പോൾ കർത്താവെ തൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ഇവർ ജീവിച്ച് കാണിക്കേണ്ടതിന് കർത്താവ് ഇവരെ കൂടെ ഉണ്ട് എന്ന് ലോകം അറിയേണ്ടതിന്, അല്ലെങ്കിൽ ഇവരെ പകയ്ക്കുന്നവർ അറിയേണ്ടതിന് ഇവർക്ക് നന്മയായിട്ട് ഒരു അടയാളം ഈ ദിവസങ്ങളിൽ ദൈവം കൊടുക്കണമേ. ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ജോലി, അല്ലെങ്കിൽ ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഹയർ സ്റ്റഡിക്കുള്ള വഴി, അല്ലെങ്കിൽ ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട്, അല്ലെങ്കിൽ ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശരീര സൗഖ്യം, കർത്താവെ എന്താണ് ഇവർക്ക് ജീവിതത്തിൽ ആവശ്യമോ കർത്താവെ അങ്ങ് കൊടുക്കണമേ. അല്ലെങ്കിൽ ഇവരെ വിട്ട് കർത്താവെ സ്നേഹിക്കാതെ മാറിയിരിക്കുന്നവരിവരെ സ്നേഹിക്കുന്നത് കർത്താവെ ഇങ്ങനെ കണ്ട് കർത്താവ് ഇവരെ പകയ്ക്കണമെന്ന് വിചാരിക്കുന്ന ദൈവമേ പൈശാചിക ശക്തികളും മനുഷ്യശക്തികളും കർത്താവെ കണ്ട് നെടുവീർപ്പിടുവേണം. കർത്താവ് ഇവർക്കൊരു നല്ലൊരു അടയാളത്തെ എൻ്റെ ദൈവം ഈ ദിവസത്തിൽ കൊടുത്ത് ഈ കുടുംബത്തെ സഹായിക്കണമേ, ഈ വ്യക്തി ജീവിതങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.